ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വിശുദ്ധ സ്തെഫാനോസ് ശമ്മാസിനെ അതിദാരുണമായ പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്. രക്തസാക്ഷ്യം ഏൽക്കേണ്ടി വന്നതും അതുമൂലം. തുടർ നടപടി എന്ന വണ്ണം യഹൂദ പ്രമാണികൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പരമ്പര തന്നെ അഴിച്ചുവിടുകയുണ്ടായി. തന്മൂലം വിശ്വാസികളും പ്രവർത്തകരും ചിതറിപ്പോകുന്നു. പോയിടങ്ങളിൽ എല്ലാം സുവിശേഷം അറിയിച്ചതായി നാം കാണുന്നു. സുവിശേഷത്തിൻ്റെ ചക്രവാളങ്ങൾക്ക് വലുപ്പം കൂടിക്കൊണ്ടിരുന്നു. സുവിശേഷ പ്രചരണം മൂലം വിശ്വാസികളുടെ സമൂഹങ്ങൾ നിലവിൽ വന്ന സ്ഥലങ്ങൾ അപ്പോസ്തലന്മാർ നേരിട്ടോ പ്രതിനിധികൾ വഴിയോ സന്ദർശിച്ച് സഭയ്ക്ക് ഉറപ്പുവരുത്തുന്ന പതിവ് ആരംഭിക്കുന്നു. ആദ്യപടിയായി പത്രോസും യോഹന്നാനും ശമരിയ സന്ദർശിക്കുന്നു. ഫിലിപ്പോസ് ശമ്മാസിനാൽ സ്നാനമേറ്റ ശമരിയക്കാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല എന്ന് അവിടെ കാണുന്നു. ഒരുപക്ഷെ ശമ്മാസിനായതുകൊണ്ടാവാം. ശമരിയിലേക്ക് പോയ പ്രതിനിധി സംഘത്തിലെ ഒരാൾ കർത്താവിൻ്റെ പരശുശ്രൂഷക്കാലത്തെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി അവരെ നശിപ്പിക്കണമെന്ന് കർത്താവിന് നിവേദനം കൊടുത്ത ആളാണ്. കാരണം ലൂക്കോസ് 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നതുകൊണ്ട് ശമരിയക്കാർ കർത്താവിനെ സ്വീകരിക്കുന്നതിൽ എതിർപ്പ് കാണിച്ചു. അതാണ് കാരണം. ഇപ്പോൾ ശമരിയക്കാർ കർത്തശിഷ്യരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ മനോഭാവത്തിലും മാറ്റം വന്നിരിക്കുന്നു. ദൈവാത്മാവ് ഉളവാക്കുന്ന അനുരഞ്ജനം ലൂക്കോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് 1-ാം ധ്യാന വിഷയം. 2, 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ മാന്ത്രികനായ ശീമോനെ കാണുന്നുണ്ട്. തന്നേക്കാൾ ശക്തരും പ്രഗത്ഭരുമായ മാന്ത്രികരാണ് പത്രോസും യോഹന്നാനും എന്ന് ശീമോൻ കരുതിയിരിക്കണം. കാരണം അവർ കൈവച്ച ഉടനെ ശമരിയർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. എന്നാൽ ആ ശക്തി വിലയ്ക്ക് വാങ്ങിയിട്ട് തന്നെ കാര്യമെന്ന് അവൻ കരുതി. അതിന് ലഭിച്ച മറുപടി ഉഗ്രമായ പത്രോസിൻ്റെ വാക്കുകളാണ്, ശാസനയാണ്. ഇതിനെ ശീമോന്യ ഭാവം എന്ന് വിളിക്കുന്നു. അർത്ഥം പണം കൊടുത്ത് വൈദിക സ്ഥാനവും ആത്മീയ നിലവാരവും പ്രാപിക്കുവാൻ ശ്രമിക്കരുത് എന്നാണ്. നേരിട്ടാണെങ്കിലും വേറെ കാര്യങ്ങൾക്ക് പറഞ്ഞും മറ്റാൾക്കാർ വഴിയും വാങ്ങിക്കുന്നതും ശീമോന്യഭാവം തന്നെ. അത് നാം ശ്രദ്ധിക്കണം, ദൈവകോപം വരുത്താതിരിക്കാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.